ഇന്ന് നല്ല രസമുണ്ടായിരുന്നല്ലേ? ശരിക്കും പഠിപ്പിച്ചു. വാപ്പച്ചി എന്റെ ഫ്രണ്ട്സിനെല്ലാം റംസാനെ വിളിക്കാൻ പോകും. നിങ്ങൾക്ക് വഴിയല്ലേ? അയ്യോ എനിക്കൊന്ന് നോക്കണം. എന്ന് വെച്ചാൽ എൻ്റെ അമ്മയ്ക്ക് സ്റ്റിച്ച് ഈ ഡ്രസ്സിൻ്റെയൊക്കെ ഭയങ്കര തിരക്കാണ്. പിന്നെ ഡാഡിയെ പിന്നെ നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, ഈ രാഷ്ട്രീയത്തിലായതുകൊണ്ട് ഒരുപാട് സ്റ്റേജിലൊക്കെ പ്രസംഗിക്കണം. അപ്പം നോക്കട്ടെ, തിരക്കാ, അതുകൊണ്ടാ. എടി അധിക പ്രസംഗമാണോ എടി? അല്ലോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരൂലേ? ഞാൻ എന്തായാലും മതി. എൻ്റെ അച്ഛൻ കാലൊളിക്കാന്നല്ല. ഞങ്ങളുടെ അവിടെ അപ്പൂപ്പന്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞത്, പക്ഷേ നോക്കാം. എല്ലാരും വരണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ തിരക്കായോണ്ടാ ചോദിക്കാം. എടി എന്തൊക്കെ ഡിഷ് ഉണ്ട് എടി കഴിക്കാൻ? എല്ലാം ഉണ്ട്. ബീഫ് ഉണ്ടെങ്കിലും ഞാൻ മതി. എല്ലാം ഉണ്ട്. എനിക്ക് ചോക്ലേറ്റ് വേണം. ആ ഐസ്ക്രീം ചിക്കനൊക്കെ ഉണ്ടല്ലോ അല്ലേ? എടി എടി, നാളെ കൊണ്ടുപോണ്ട ബാഗല്ലേ ഇത്? അതിനെന്ത്? പുതിയ ബാഗ് എടുത്തങ്ങ് എറിയാണ്. നാളെ വേണ്ടേ ഇത് നിനക്ക്? അല്ല അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കണം. അതിന് നാളെ അവധിയില്ലേ? അവധിയോ? സ്കൂൾ അങ്ങോട്ട് തുറന്നില്ല, അതിനിപ്പോ ഈ അവധി എന്തിനവധി? റംസാന്റെ അവധി. റംസാൻ നാളെ? ഓ ഓ അത് ശരി. അമ്മ എനിക്ക് ചായ എടുത്ത്. കറി തിന്നില്ലാത്ത ചോറ് മാത്രം തിന്നിട്ട് പോരാണോ? മീൻ വറുത്തത് മാത്രം അങ്ങ് തിന്നോ? പിന്നെ അവിയല് കൊള്ളൂല. അതങ്ങനെ കൂടെ പറഞ്ഞ പിള്ളേരിലൊക്കെ നല്ല കറികളുണ്ടാവും. അവരൊക്കെ ചിക്കനും ചപ്പാത്തിയും അതും ഇതൊക്കെ കൊണ്ടുവരും. അയ്യോ, എവിടെ ആ കോഴിക്കടക്കാരൻ ഉസ്മാന്റെ മോനെ കൊണ്ട് ചായ എടുത്ത്. ദേ ഇരിക്കുന്ന ചായ അതെടുത്ത് കുടിച്ചോ? അത് നല്ല ചായ. കുടുങ്ങി നീ സ്കൂളിൽ പട്ടിണി നടന്നിട്ടാണോ പറഞ്ഞത്? സ്കൂളിൽ അതൊന്നെ 12:30 ചോറ് കഴിക്കണ. ഇപ്പം 3:30 3 മണിക്ക് സ്നാക്സ് അതിനൊരു സമയമുണ്ടല്ലോ. അതാ അയ്യോ 3 മണിക്ക് സ്നാക്സ് ഇല്ലായിരുന്നു. വെച്ചു കൊടുത്തില്ലേ സ്നാക്സ്? 3 മണിക്ക് അത് രാവിലെ തിന്നുന്ന കഴിച്ച്. നിനക്ക് അങ്ങനെയല്ല, ഷെയർ ചെയ്യൂല അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ കഴിച്ചതാ. തന്നെ ഡാഡി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ ക്ലാസ്സിൽ നിന്ന് പൈസ വേണ്ട. ഞാൻ എന്റെ സ്കൂളില് പുതിയൊരു കൊച്ചു വന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ, നൗറി. അവള് പാലക്കാടായിരുന്നു. അപ്പം അവളെ അച്ഛൻ ഇപ്പൊ ട്രാൻസ്ഫോമർ കിട്ടി ഇവിടെ. ട്രാൻസ്ഫോമർ മാത്രമേ കിട്ടിയുള്ളൂ, മറ്റേ പോസ്റ്റും ലൈനും ഒന്നും കിട്ടിയില്ലേ? ട്രാൻസ്ഫർ അത് തന്നെ ആ സംഭവം കിട്ടി. അപ്പൊ അവര് ഫാമിലി ആയിട്ട് ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് അപ്പം നാളെ റംസാൻ ആയോണ്ട് അവര് വാപ്പച്ചി നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്തിന്? അവിടെ സൽക്കാരിക്കാൻ. സൽക്കരിക്കാനല്ലേ സൽക്കരിക്കാൻ. ഒരു സെന്റൻസ് പറഞ്ഞാൽ 10 തെറ്റുണ്ടാവും അതിനകത്ത്. ഇംഗ്ലീഷ് പോവാൻ പറ്റോ? അതെ, അതൊക്കെ ഒരു പരിചയമില്ലാത്ത ആൾക്കാരൊക്കെ വന്ന് നമ്മൾ അതൊന്നും വേണ്ട. നമുക്ക് മോളെ പറ, എന്തേലും തിരക്കാണെന്ന് വല്ലതും പറയും. ഇല്ല, ഞാൻ പറഞ്ഞു ഡാഡി ഭയങ്കര, ഞാൻ കുറച്ച് കള്ളം പറഞ്ഞിട്ടുണ്ടേ. ഡാഡി വലിയ രാഷ്ട്രീയക്കാരനാണ്, 10-30 സ്റ്റേജിൽ കയറി പ്രസംഗിക്കുമെന്നൊക്കെ. എത്ര കള്ളമായിരിക്കണം? അത് ഉള്ള കാര്യമല്ലേ? അതിന് നീ കള്ളം പറയുന്ന പറയണേ. ഞാൻ ഇന്ന് ഒരു ദിവസം ഇച്ചിരി സമയം ഇവിടെ ഫ്രീ ആയിട്ടിരുന്നു. അയ്യോ എന്റെ, അത് ഞാൻ നിർബന്ധിച്ച കാരണം ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട്. അതൊന്നുമല്ല, ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, മാറ്റി വെച്ചോണ്ട് ഡാഡിക്ക് ഇന്ന് ഇച്ചിരി സമയം ഫ്രീ ആയിട്ട് കിട്ടി. അത് പോവാൻ പറ്റുമല്ലേ? നാളെ പോവല്ലോ. നാളെ പോവാന്ന് പറഞ്ഞാ ശരിയാവടി? ഒന്നുമില്ല, എവിടെ കിടന്ന ആള് നമുക്ക് പരിചയമൊന്നുമില്ലാതെ. അവള് പോട്ടെ. ഞാൻ ഒറ്റയ്ക്ക് എല്ലാ പ്രത്യേകിച്ച് പറഞ്ഞ അമ്മയും അച്ഛനും വരണം. കണ്ടോ, ഞാൻ ഈ പോണ്ടെന്ന് പറയുന്നതിൽ വേറൊരു വലിയ സംഗതിയുണ്ട്. ഒന്ന്, നമ്മളവിടെ വീട്ടിലോട്ട് പോകുമ്പോൾ വെറും കൈയോടെ പോവാക്കൂല, എന്തെങ്കിലും കുറച്ച് സാധനം, ബേക്കറി സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം. പിന്നെ ഇനി അവരിപ്പോൾ ഈ പെരുന്നാൾ വിളിച്ചു കഴിയുമ്പോൾ അവരുടെ പരിപാടി കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ നമുക്കിനി തിരിച്ച് ഞാൻ ക്രിസ്മസിനും വിളിക്കണം, നീ ഓണത്തിനും വിളിക്കണം. 2 ചെലവായേ. അങ്ങനെ ഒന്നും വേണ്ട, നമുക്ക് ഓണത്തിന് വിളിക്കാം. വിളിച്ചേക്കോളൂ. എന്നാലും എന്തിനാണ് ഇതിപ്പോ അങ്ങോട്ട് പോയിരുന്ന അതവിടെ ക്ലീറ്റോ ഇതെന്നൊക്കെ പറഞ്ഞ ഒരു സൗഹൃദവും ബന്ധവും ഒക്കെ അല്ലേ ക്ലീറ്റോ? ഒരു പ്രാവശ്യം പരിചയപ്പെട്ട ആളാണെങ്കിൽ ഒരു പ്രശ്നമില്ല പോവാനായിട്ട്. ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പരിചയപ്പെടുന്നത്. നമ്മളായിട്ട് ചില ജാടക്കാരൊക്കെ ആണെങ്കിൽ എനിക്ക് പിന്നെ ജാട വിളിക്കോ നമ്മളെ? പോവല്ലേ? പോവാം. ഇപ്പൊ നിങ്ങളുടെ ആഗ്രഹത്തിന് ഞാൻ തടസ്സം നിന്നു വേണ്ട. അപ്പഴേ ഡാഡി, നാളെ റംസാൻ അല്ലേ? അപ്പം എല്ലാ ആൾക്കാരും വലിയ വലിയ ആൾക്കാരാ, പണക്കാരാ. അപ്പം അവരൊക്കെ കൊറേ അപ്പം പറഞ്ഞല്ലേ? അപ്പൊ അവിടെ പോണത് അപ്പമാണോ? അല്ല, എനിക്കൊരു ഡ്രസ്സ് വാങ്ങിച്ചു തരും, നല്ലൊരു ഡ്രസ്സ് നാളെ ഇടാൻ.
എല്ലാവരും നല്ല അങ്ങനെയുണ്ട്. ഡ്രസ് കൊണ്ടുവരും. പൈസ ഡയറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ എന്ത് അവസാനം വന്നു നിന്നത് പൈസയെ തന്നെ. അത് പിന്നെ അവള് പറഞ്ഞതിൽ കാര്യമില്ല അതുകൊണ്ട് ഈ കാര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നമുക്ക് വെറുതെ ഈ വല്ലാത്ത പൊല്ലാപ്പിലൊക്കെ അങ്ങനെയല്ല പോകണം. ക്ലീറ്റോ. നാളെ നല്ലൊരു പെരുന്നാൾ, അവിടെ പിള്ളേരൊക്കെ പുതിയ ഉടുപ്പിടുമ്പോ അവർക്ക് കൊതി ഉണ്ടാവില്ലേ? അതുപോലെ ഇപ്പൊ തള്ളമാരാണെങ്കിലും മോശമായിട്ടൊന്നും വരുമൊന്നുമില്ല, അവരും ഒക്കെ നല്ല സാരിയൊക്കെ കൊടുത്ത് വരും. അപ്പൊ പിന്നെ കൂടെ പറഞ്ഞ തന്ത അതിനനുസരിച്ച് വരേണ്ടി വരൂലേ? തന്ത വെള്ളയും മാത്രല്ലേ ഇടുള്ളൂ. ഓ, തന്തയ്ക്ക് പിന്നെ വെള്ള ആയതുകൊണ്ട് വലിയ പ്രശ്നമല്ലേ, അറിയില്ലല്ലോ ഒറ്റ കളർ. നീ ഒരു കാര്യം നീ പറഞ്ഞു കേക്കടി, അതപ്പോ ഒരു കറുത്ത ഒരെണ്ണം മേടിച്ച് തന്നാ പ്രശ്നം തീരുമല്ലോ. എനിക്ക് ഒരു 500 രൂപയുടെ സാരി എടുത്തു. എനിക്കൊരു 700 രൂപ വരെ ഗൗണ്. രൂപ 1200 പിന്നെ പോകുമ്പോ എന്തേലും മേടിച്ചോണ്ടേ 1500. വണ്ടി 2000 രൂപയാവും. ഒരു നോട്ടാണ്, ഒരൊറ്റ നോട്ട് 2000 രൂപ ഉണ്ടെങ്കിൽ ഞാൻ 2 മാസം തള്ളി നിൽക്കൂടെ ഇല്ലേ? നാളെ വരുന്ന ഒരു 10,000-ന്റെ ഡ്രസ് ഇട്ടോണ്ടായിരിക്കും. വാടി വെച്ചത് നടക്കൂല. നീ വാ. സുരേന്ദ്രൻ മുതലാളി എന്തോ കൊട്ടേഷനാണ്. മുതലാളി നമസ്കാരം. നമ്മളൊക്കെ മറന്നോ? ഇപ്പോഴെങ്കിലും ഓർമ്മ വന്നല്ലോ. ഞാൻ വീട്ടിലുണ്ട്. എന്തേ? ഇല്ല, ഫോണിൽ കൂടെ പറഞ്ഞോ മുതലാളി. ഓ, ആ വസ്തുവിൻ്റെ എലികയിൽ ദിശ പ്രശ്നമുണ്ടോ? അതിപ്പോൾ വില്ലേജ് ഓഫീസറെ നമുക്കൊന്ന് സ്വാധീനിച്ചാൽ കാര്യങ്ങൾ നടക്കുമല്ലോ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് വരാം, വീട്ടിലോട്ട് വരാം. ഓ ശരി മുതലാളി. തങ്കം വന്നേ. എന്തുവാ? ഈ കർത്താവ് എന്ന് പറയണ വലിയ ഒന്ന് തന്നെയാണ് കേട്ടോ. ഓ, സാരി ഇല്ലേ? 1000 രൂപയുടെ സാരി ആയ കുഴപ്പമുണ്ടോ? 1000 രൂപയുടെ സാരി വാങ്ങിച്ചെന്നാൽ കുഴപ്പമുണ്ടോ? കൊടുക്കാതിരിക്കുമല്ലോ ചെയ്യോ? കൊച്ചിനെ വെച്ചിട്ട് ഒരു കൂടിയ ഡ്രസ്സ് തന്നെ വേണ്ടി, അതിനായിട്ട് കുറവ് വരുത്തണ്ട. എല്ലാം ഓക്കെ, നാളെ ഗംഭീരമായിട്ട് തന്നെ പോവാം. ഉടുപ്പ് ഓക്കെ. ഒരു AC കാർ വിളിച്ച് നമ്മളങ്ങ് പോവും. നമ്മളായിട്ട് നീ കുറയ്ക്കണ്ട കേട്ടാ. Versus Alien.